പടം നല്ല അടിപൊളി പടമാണ്. നമ്മുടെ ദേവ് രാജ്കുമാർ ഇറാനി പടം പോലെ തന്നെ ഇമോഷണലും കോമഡിയും ത്രില്ലിങ്ങും എല്ലാം ആയിട്ടുള്ളൊരു അടിപൊളി പടമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു എനിക്ക് തോന്നുന്നു ഈ ഡിസംബറിലെ ക്രിസ്മസ് ഡങ്കിന് കൊണ്ടുപോകുന്നു തോന്നുന്നു. നാളെ ഇപ്പോൾ സലാർ എന്ന് പറയാം. സലാർ ഇത്തിരി അടിയിലാണെങ്കിൽ പടം തന്നെ ആയിരിക്കും. സർക്കട അടുത്ത ഈ വർഷം തന്നെ മൂന്നാമത്തെ 1000 കോടി പടം തന്നെ ആയിരിക്കും പടത്തിൻ്റെ ലെവൽ അനുസരിച്ച്. താങ്ക് യു. നല്ലൊരു മൂവിയാണ്. കാരണം ഇതൊരു ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡ്രാമ മൂവിയാണ്. അതായത് ഒരു ഡങ്കീനെ ഒരു അസ്തമാക്കിയിട്ടുള്ള കഥയാണ്. ഇമോഷണലി ടച്ചൊക്കെ ചെയ്ത് എന്തായാലും ഷാരൂഖ് ഖാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് മൂവി തന്നെയാണ് ഇത്. എന്തായാലും നല്ലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ കാണാം. എന്തായാലും നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നു. പടം ഫാമിലി ആയിട്ട് തന്നെ കാണാം. നേര് കാണണോ ഡെങ്കി കാണണോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതായിട്ട് രാവിലെ 8 മണിക്ക് ഷോളാണ് ഡെങ്കിക്ക് ബുക്ക് ചെയ്തത്. പക്ഷേ പടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ കൊല്ലം ഇറങ്ങിയ ജവാനും പത്താനും ഹിറ്റായെങ്കിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. SRKയുടെ ആ ഒരു ക്യാരക്ടറല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സിനിമ ശരിക്കും നടിച്ചു. രാജകുമാരിയുടെ പഴയ സിനിമ പോലെ തന്നെ എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് തന്നെയാണ് ഇതും. ഒരു 3 ഇഡിയറ്റ്സ് അല്ലെങ്കിൽ PK ലെവൽ ആ ലെവലിൽ നിൽക്കുന്ന പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലെ കോമഡി എല്ലാം തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ കഥയിലേക്ക് പോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ ശരിക്കും നമുക്കൊരു കണ്ണിൽ നിന്ന് വെള്ളം വരും. അങ്ങനത്തെ ഒരു സിനിമയാണ്. SRK ഒന്നും പറയാലോ, രക്ഷയില്ല. നല്ല കിടിലം പടം, എല്ലാവരും കാണും. പക്ഷെ ഇപ്പോ പോവർട്ടി സ്ട്രൈക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. നല്ല ആക്ഷൻ മൂവി. ആക്ഷൻ അല്ല, ഇറ്റ്സ് അബൌട്ട് പാട്രിയോട്ടിസം ഉണ്ടായിരുന്നു. ഗുഡ് ഫൈൻ. നമ്മളെ ചിന്തിപ്പിക്കുന്ന മൂവിയായിരുന്നു. ഷാരൂഖ് ഖാൻ സൂപ്പർ. ഇന്ത്യയൊക്കെ ഭയങ്കര വയലൻസ് കണ്ട് മണത്തിരിക്കുകയായിരുന്നു. നല്ല രസമുള്ള മൂവി, നല്ല സന്തോഷം തരുന്ന മൂവി. എന്തൊക്കെയുണ്ടോ അത് എല്ലാ പടത്തിലുണ്ട്. കോമഡിയാണ് നമ്മുടെ നടുത്തിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പക്ഷെ കോമഡി പെർഫോമൻസുകളും എല്ലാം നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടിറങ്ങിയപ്പോഴേക്കും കോമഡി ആയിട്ട് ചിരിച്ചു തള്ളി പുറത്തിറങ്ങി പോകുന്നു. പക്ഷെ 10-30 വർഷം മുമ്പ് പോയ ആൾക്കാർ, 40 വർഷം പോയ ആൾക്കാർ അവിടെ ഇപ്പൊ കാണിക്കുന്നത്. ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാം അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ നേരത്തെ അവർക്ക് ഇവിടെ വന്ന് ഇവിടെ അത് നഷ്ടപ്പെടില്ല ഒരു ഇത്. പിന്നെ അവർക്ക് തിരിച്ചു വന്നിട്ട് ഒരു ടൂറിസ്റ്റിനെ പോലെ നിൽക്കേണ്ടി വരും. പിന്നെ അവരെ തിരിച്ച് പോയിട്ട് പിന്നെയും വേണ്ട ഒരു അവസ്ഥയായിരിക്കും. പിന്നെ സ്വന്തം നാട്ടിലേക്ക് വന്ന് ഫുൾ ടൈം നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അത് എല്ലാം നമ്മളെല്ലാം ചിരിച്ച് തമാശയായിട്ട് പുറത്തിറങ്ങി ഒരുപാട് ചിന്തിപ്പിച്ച ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാഷ മനസ്സിലാകാത്ത കുറെ പേരുണ്ട്. ഹിന്ദിയാന്ന് ഓർത്തു. പക്ഷെ അത് അങ്ങനെയല്ല. ഹിന്ദിയുടെ എല്ലാവരും ടൈമിങ്ങിലുള്ള കോമഡികളാണ്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഷാറുഖ് ഖാന്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും അടിപൊളി. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് 1000 കോടി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സലാറ് നേരൊക്കെ ഉണ്ട്. നേരിന്റെ കളക്ഷൻ അനുസരിച്ച് നേരെ ഇവിടെ ഹിറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഇവിടെ കേരളത്തിൽ പിന്നെ എന്ത് പടം വന്നാലും കാര്യമില്ല. കാരണം ലാലേട്ടൻ്റെ പടം അങ്ങനെ ആയിരിക്കുമല്ലോ. അതിന്റെയും സലാറിന്റെയും കളക്ഷൻ അനുസരിച്ച് കേരളത്തിലെ കളക്ഷൻ ബാക്കിയുള്ള എല്ലായിടത്തും ഇനി ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. പിന്നെ പ്രഭാസിന്റെ പടവും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ പടം അടിപൊളിയാണ്. നല്ല എന്റർടൈൻമെന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ പിള്ളേരുമായിട്ട് പോയി കാണാൻ പറ്റിയ പടം. അടിപൊളി പടം. ഒരു 5-ൽ എത്ര സ്റ്റാർ കൊടുക്കാം? 5-ൽ എനിക്ക് 4.5 കൊടുക്കാൻ തോന്നുന്നു. കാരണം ഒരു തരത്തിലും ബോറടിപ്പിക്കാനുള്ള പടം. നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. തമാശയായിട്ട് ചിരിച്ച് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പ്രകൃതിപ്പടം പോലെ തന്നെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കോമഡിയോട് തന്നെ എല്ലാം ചിന്തിപ്പിക്കുന്ന പടം. നല്ല പടം.